ഇത്രയും മോശം സർവീസ്, അതായത് 2 മണിക്കൂർ കൊണ്ട് റെക്ടിഫൈ ചെയ്യേണ്ട കംപ്ലൈൻറ്റുകൾ 2 മുതൽ 3 ദിവസം വരെയാണ് ഇവർ എടുക്കുന്നത്. അയച്ചു വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനല്ലാതെ ഒരു ശനിയാഴ്ച രാവിലെ 10:30 കൊടുത്ത വണ്ടിയാണ് ഇന്ന് ഈ നിമിഷം വരെ, ഇന്ന് ചൊവ്വാഴ്ചയായി. ഈ വാർത്ത പുറത്തു വന്നിട്ടെങ്കിലും ഇനി വൈകിക്കാതെ ഈ ബസ് അദ്ദേഹത്തിന് മടക്കി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്ത് 16-ാം മൈലിലാണ് ഭാരത് ബെൻസിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ അനൂപ് ചന്ദ്രൻ എന്ന മുതലാളിയുണ്ട്. അദ്ദേഹം ഇവിടെ നിന്നും ഭാരത് ബെൻസിന്റെ 2 ബസ്സുകളാണ് വാങ്ങിയത്. 2 ബസ്സുകൾ വാങ്ങുമ്പോൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഭാരത് ബെൻസിന്റെ 2 ബസ്സുകൾ വാങ്ങിയ മുതലാളിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് സർവീസുകൾ നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് രാത്രിയോ പകലോ എന്നില്ല, നിങ്ങളുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് ഞങ്ങൾ സർവീസ് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഭാരത് ബെൻസിന്റെ ബസ്സുകൾ ഇടിപ്പിച്ചത്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു സർവീസ് എങ്കിൽ ഞാൻ മറ്റ് ബ്രാൻഡുകളുടെ വാഹനം തന്നെ വാങ്ങിയേനെ. കാര്യം എനിക്ക് ഭാരത് ബെൻസിന്റെ വാഹനം വാങ്ങിയത് കൊണ്ടാണ് ഇന്ന് നിരത്തിലോടുവാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ദിവസവും വലിയ നഷ്ടങ്ങളാണുള്ളത്. അത് കൂടി വന്നാൽ മാത്രമേ ഇതിന്റെ ഫിനാൻസ് എനിക്ക് അടച്ച് എടുക്കുവാൻ കഴിയൂ എന്ന്. ഞാൻ അനൂപ് ചന്ദ്രൻ. ഞാൻ 2023 നവംബറിലാണ് ആട്ടോബാൻ ട്രക്കിംഗ് ഭാരത് ബെൻസിന്റെ അംഗീകൃത, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അംഗീകൃത ഡീലറാണ് ആട്ടോബാൻ ട്രക്കിംഗ്. അപ്പോൾ അവരിൽ നിന്നാണ് 2 ഭാരത് ബെൻസിന്റെ വാഹനം ഒരുമിച്ചെടുക്കുന്നത്. പക്ഷേ ബസ്സെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബസ്സുകൾ തന്നെയാണ്. പക്ഷേ സർവീസ് എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസ് ആട്ടോബാൻ ട്രക്കിങ്ങിൻ്റെ സർവീസ് മോശമാണ്. ഒരു സിസ്റ്റർ കൺസേൺ ആണ് ആട്ടോബാൻ ട്രക്കിംഗ്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയി ഭാരത് ബെൻസ് എടുക്കുന്നത്. പക്ഷേ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമെന്ന് പറഞ്ഞാൽ ഇത്രയും മോശം സർവീസ്, അതായത് 2 മണിക്കൂർ കൊണ്ട് റെക്ടിഫൈ ചെയ്യേണ്ട കംപ്ലൈൻറ്റുകൾ 2 മുതൽ 3 ദിവസം വരെയാണ് ഇവർ എടുക്കുന്നത്. ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഈ വണ്ടി അവിടെ കൊണ്ട് കൊടുത്താലും അവർ ചെറിയൊരു കംപ്ലൈൻറ്റ് തീർക്കാൻ 2 ദിവസം 3 ദിവസം. ഇതിപ്പം സെക്കൻഡ് ഗിയറിൻ്റെ എന്തോ ഒരു ഗിയർ സ്ലിപ്പ് സൗണ്ട് വന്നു, അതിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റിൻ്റെ കംപ്ലൈൻറ്റിന് വണ്ടി ശനിയാഴ്ച രാവിലെ 10:30 കൊടുത്ത വണ്ടിയാണ് ഇന്ന് ഈ നിമിഷം വരെ, ഇന്ന് ചൊവ്വാഴ്ചയായി, ഇന്ന് ഈ നിമിഷം വരെ വണ്ടി തന്നിട്ടില്ല. ഇത് ഓൾറെഡി ഫിനാൻസ് ഉള്ള വണ്ടിയാണ്. ഇത് വന്നിട്ട് HDFC ബാങ്കുമായിട്ട് ഫിനാൻസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ബോഡി ബിൽഡ് ചെയ്തപ്പം ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ്, അതും ചിട്ടിയൊക്കെ പിടിച്ച ഡൗൺ പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ എന്തായിരുന്നാലും എനിക്കിത് മാധ്യമങ്ങളിലേക്ക് വിളിച്ചു പറയണമെന്നോ അവർക്കൊരു ഭാരത് ബെൻസിന് ഒരു കുറച്ചിലുണ്ടാക്കണമെന്നൊന്നുമില്ല. നിരവധി തവണ ഞാൻ അവരുടെ ഇതിൻ്റെ സർവീസ് ഹെഡുകളുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയുള്ള സർവീസ് ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 20-ൽ കൂടുതൽ തവണ അയച്ചു, അവരുടെ അടുത്ത് പറഞ്ഞു, ഇമെയിലുകൾ അയച്ചു. ഭാരത് ബെൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിൽ കംപ്ലയിൻറ്റ് ചെയ്തു. എന്നിട്ടൊന്നും യാതൊരു രീതിയിലുള്ള നടപടികളുമില്ല. എന്നിട്ട് തന്നെ ഇന്നലെ തിങ്കളാഴ്ച വൈകുന്നേരം അതിൻ്റെ മെയിൻ സർവീസിൻ്റെ ഹെഡിൻ്റെ അടുത്ത് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പരമാവധി നോക്കി നമ്മളെയൊക്കെ പരീക്ഷിക്കുന്നതിനൊരു പരിധിയില്ലേ. പിന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ബസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബസ്സിന്റെ ഇഷ്ടപ്പെട്ട യാത്രക്കാരുണ്ട്, ഈ ബസ്സിന്റെ ഫാൻസുകളുണ്ട്. അവരൊക്കെ അന്വേഷിക്കുകയാണ്, അനൂപ് ചന്ദ്രൻ എന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട വാഹനം എവിടെ പോയി എന്ന്. ചിലരൊക്കെ ഈ വാഹനം കാണാത്തത് കൊണ്ട് അവരുടെ യാത്രകൾ മതിയാക്കി പോവരുണ്ട്. പിന്നീട് മതിയാക്കി പോകാൻ കഴിയാത്തവർ മറ്റു വാഹനങ്ങൾ പിടിച്ച അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നവരുണ്ട്. എന്തായാലും ശരി, അനൂപ് ചന്ദ്രൻ എന്ന ഈ ബസ്സിനെ അന്വേഷിക്കുന്നവർ നിരവധിയാണ് ദിനവും. ശനിയാഴ്ച റൂട്ട് 11 മണി വരെ ഓടി കംപ്ലൈന്റ് ആയി വഴിയിലാവണ്ടെന്ന് ഇവിടെ കൊണ്ടിട്ടതാണ്. ഇന്നൊന്നിനൊക്കെ അതുപോലെ തന്നെ അയച്ചു വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനല്ലാതെ ഒരു ഇതുമില്ല. അവര് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, അത് കുറച്ച് കഴിയും. അത് പിന്നെ ഫസ്റ്റ് ഗിയറിൽ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ തുടങ്ങിയ സംഭവങ്ങൾ പോയെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ശരിയാക്കാനായിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് കൊണ്ടിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ 4 ദിവസമായി. പുതിയ വണ്ടിയാണ്. പിന്നെ 2 വർഷമായില്ല തേങ്ങി. സർവീസ് വാറന്റി ഉണ്ടോ? ഉണ്ട്. സർവീസ് വാറന്റി അതുകൊണ്ടായിരിക്കും ഇതിനകത്ത് വാറന്റി ഉള്ളതുകൊണ്ട് പൈസ ഒന്നും കിട്ടാനില്ല. ഒരുപക്ഷെ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ബെൻസിന്റെ വണ്ടി എടുക്കണമെന്നാണ്. ഇപ്പോഴും എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ വരാൻ മാറ്റും അല്ല, ഇവിടെ വരാൻ മനസ്സിലാവും. ഒരു കാര്യം പറയാം, ഈ ബസ് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന ഓരോ മണിക്കൂറും ഇതിന് നഷ്ടങ്ങൾ വലുതാണ്. ആ നഷ്ടങ്ങൾ ഈ സർവീസ് സെന്ററിന്റെ ചുമതലയുള്ളവർ തന്നെ കൊടുക്കേണ്ടി വരും. എന്തായാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട
നിയമ നടപടിയുമായി അനൂപ് ചന്ദ്രൻ എന്ന ഈ ബസിന്റെ മുതലാളി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ വാർത്ത പുറത്തു വന്നിട്ടെങ്കിലും ഇനി വൈകിക്കാതെ ഈ ബസ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക്, ആ യാത്രക്കാർക്ക് മടക്കി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാരത് ബെൻസ് എന്ന ഈ ഒരു ബ്രാൻഡ് ഇതിനെ ഇഷ്ടപ്പെടാത്ത ആളുകളില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് വാഹനമാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് ഭാരത് ബെൻസ് എന്നാണ്. എന്നാൽ അത് മാറ്റി പറയുന്ന സമയം വിദൂരമല്ല. അത് തിരുവനന്തപുരം ജില്ലയിലെ ഓട്ടോ ബാൻ ട്രക്കിംഗ് എന്ന ഈ സർവീസ് സെന്ററിന്റെ ഇവിടെയുള്ള ജീവനക്കാരുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഭാരത് ബെൻസിന്റെ മുതലാളി ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സർവീസ് സെന്ററിനെയും ബാൻ ചെയ്തുകൊണ്ട് പണിയറിയാവുന്നവർക്ക് ഇത് നടത്തുവാൻ കൊടുക്കണം. എന്നിട്ട് പണിയറിയാവുന്നവരെ ഇവിടെ ജോലിക്കാരായി നിയമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ കഴിയൂ എന്ന് മാത്രം. വരും ദിവസങ്ങളിൽ ഈ ബസ് ഇറങ്ങി പാലോട് മേഖലയിലുള്ളവർക്ക് ഇതിൽ സഞ്ചരിക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും ശരി, അനൂപ് ചന്ദ്രൻ എന്ന ആ മുതലാളി പറയുന്നത്, ഇനിയും ഈ ബസ് ഇവിടെ ഇട്ട് ഇങ്ങനെ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചാൽ ഇത് ആക്രി വിലയ്ക്ക് തൂക്കിക്കൊടുത്തുകൊണ്ട് നല്ല കമ്പനിയുടെ ബസ് വാങ്ങി പാലോട് മേഖലയിലുള്ള ജനങ്ങൾക്ക് കൊടുക്കും. ഇതൊരു പ്രതിഷേധമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് കാണാം. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്വാനോസ്.